കർക്കിടക മാസത്തിലെ അവസാന ചൊവ്വാഴ്ച ചിറ്റൂർക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ കൂട്ടപൂജ നടത്തി. കർക്കിടക മാസത്തിലെ അവസാന ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ചിറ്റൂർക്കാവിൽ കൂട്ടപൂജ നടക്കുന്നത്. കർക്കിടാചാരങ്ങളിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ കൂട്ടപൂജയിൽ നിരവധി പേർ പങ്കാളികളായി. ചിറ്റൂർക്കാവിന്റെ ആരാധനാ പാരമ്പര്യത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് കർക്കിടക മാസത്തിലെ കൂട്ടപൂജ. കാവും ദേശവും തറവാടുകളും തമ്മിലുള്ള ആത്മബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ചടങ്ങ് കൂടിയായാണ് കൂട്ടപൂജയെ വിശ്വാസികൾ കാണുന്നത്. വെള്ളിയാഴ്ച ചിറ്റൂർക്കാവ് നടയിൽ നടക്കുന്ന കൂട്ടപൂജ ദേശത്തെ കാവുമായി ബന്ധപ്പെട്ട തറവാടുകൾ ഊഴം വെച്ച് നടത്തുന്നതാണ്. എന്നാൽ കർക്കിടക മാസത്തിലെ അവസാന ചൊവ്വാഴ്ച ദേശാതിർത്തിക്കാവിൽ നടന്ന കൂട്ടപൂജയിൽ എല്ലാവരും ഒരുമിച്ച് പങ്കാളികളായി. ചിറ്റൂർ ദേശത്തെ ചരിത്രപരമായ സംഭവങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഓർമ്മകളുമായി ബന്ധപ്പെട്ടതാണ് ദേശാതിർത്തിക്കാവുകളിലെ ആചാരങ്ങൾ. ചിറ്റൂർ ദേശത്തെ കൊങ്ങൻപടയ്ക്ക് ശേഷമാണ് ഭഗവതി കാവൽ ദൈവമായി കുടികൊള്ളുന്ന കോട്ടക്കടവെന്നറിയപ്പെടുന്ന പുഴയോരക്കാവിൽ കൂട്ടപൂജ നടത്തുന്നതെന്നാണ് വിശ്വാസം. ദേശത്തിന്റെ സംരക്ഷണത്തിനായി ഭഗവതിയെ കാവൽ ദൈവമായി ആരാധിക്കുന്ന പാരമ്പര്യത്തിന്റെ തുടർച്ചയായാണ് ഈ ചടങ്ങുകളെ ഭക്തർ കാണുന്നത്. ചിറ്റൂർക്കാവിലെ കർക്കിടകാചാരങ്ങളിൽ മറ്റൊരു പ്രധാന ചടങ്ങാണ് ഉദയാസ്തമന പൂജ. ക്ഷേത്രത്തിൽ ഭക്തർക്ക് നേരിട്ട് ഉദയാസ്തമന പൂജ നടത്താൻ കഴിയുന്നതും ചിറ്റൂർക്കാവിന്റെ പ്രത്യേകതയാണ്. ചിറ്റൂർക്കാവിലെ പ്രധാന ആചാരങ്ങളിലൊന്നാണ് തടപൂജ. ശത്രുദോഷ നിവാരണത്തിനായാണ് തടപൂജ നടത്തുന്നത്. മധുര നിവേദ്യം സമർപ്പിക്കുന്ന മധുരച്ചട്ടി സമർപ്പണവും ഭക്തർക്ക് നേരിട്ട് നടത്താം. യുദ്ധത്തിന്റെ ഓർമ്മകളിൽ നിന്നും ഉത്സവങ്ങളുടെ ആവേശത്തിലേക്കും ദേശത്തിന്റെ ചരിത്രത്തിൽ നിന്നും ആത്മീയ വിശ്വാസങ്ങളിലേക്കും നീളുന്ന സമ്പന്നമായ പാരമ്പര്യമാണ് ചിറ്റൂർക്കാവിനുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.